അപ്പോൾ അതേ പ്ലാന്റിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്ത് വലിയ പ്ലാന്റുകളാക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഏകദേശം ഒരു ഇതേക്കാര്യത്തിന് 3 അടിയൊക്കെ ഹൈറ്റുള്ള ലോങ്ങൻ നമ്മളൊരു 300 രൂപയ്ക്ക് നമ്മൾ ഡയമണ്ട് റിവറിൻ്റെ കൊടുക്കുന്നുണ്ട്. ഓൾറെഡി കായായിട്ടുള്ള പ്ലാന്റുകളാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റുകൾ നമ്മുടെ 150 രൂപ തൊട്ട് നമ്മുടെ ഇതിൻ്റെ സീതപ്പഴത്തിൻ്റെ ഇതിൻ്റെ ഇല്ലാണ്ട് തന്നെ രണ്ട് സീസണൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലത്തെ മാങ്ങ തന്നെ കിട്ടുന്ന ഒരു ഐറ്റമാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ഉള്ളതാണ്. അതിൻ്റെ 180 മുതൽ നമ്മുടെ ഇതിൽ പ്ലാന്റ് ചെറിയ പ്ലാന്റ് ഉണ്ട്. അതുപോലെ എല്ലാവർക്കും കൃഷിഭൂമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഗ്രീൻസ് ഗാർഡൻ്റെ മറ്റൊരു ഔട്ട്ലെറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഗ്രീൻസ് ഗാർഡൻ മെയിനായിട്ട് വരുന്നത് മണ്ണുത്തിയിലാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് പോയിട്ടാണെങ്കിൽ നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കനൊന്ന് ഇനാബിൾ ചെയ്ത് വയ്ക്കുക. കൃഷിയുമായി ബന്ധപ്പെട്ട കണ്ടൻസാണ് നമ്മൾ ഈ ഒരു ചാനലിനകത്തേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നേരെ നമ്മൾ വീഡിയോയിലോട്ട് പോകാം. ചേട്ടാ, നമ്മളിപ്പോൾ ഒരു ന്യൂ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് പുതിയതായിട്ട് ഇപ്പോൾ തുടങ്ങണതാണ് അല്ലേ? അത് നമ്മളിപ്പോൾ നിലവിലുള്ളതിപ്പോൾ നമ്മൾ മണ്ണുത്തിനടുത്ത് മാടക്കത്ര പടിഞ്ഞാറ വെള്ളാനിക്കരിയാണ് നമ്മുടെ നിലവിലുള്ള ഔട്ട്ലെറ്റ്. അവിടെയാണ് നമ്മൾ കൂടുതൽ സെയിൽ ചെയ്യണതെല്ലാം കൂടുതൽ അവിടെയാണ്. ഇപ്പം നമ്മളിവിടെ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ പ്ലാന്റുകളൊക്കെ വലിയ പ്ലാന്റുകളും കൂടി നമുക്ക് കുറച്ചും കൂടിയും കളക്ഷനാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ കുറേ പ്ലാന്റുകൾ ഓൾറെഡി നമ്മൾ നിലത്ത് വെച്ചിട്ടുള്ള ഓൾറെഡി പ്ലാന്റുകളുണ്ട്. അപ്പോൾ അതിൽ കുറേ കായകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതേ പ്ലാന്റിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്ത് വലിയ പ്ലാന്റുകളാക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ വലിയ പ്ലാന്റ് എന്ന് പറയുമ്പോൾ അതിൻ്റേതായ കുറച്ചും കൂടി മറ്റുള്ള ചെറിയ പ്ലാന്റിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി വിലയിലും മാറ്റം ഉണ്ടാവും. പക്ഷെ നമ്മുടെ കയ്യിൽ ചെറിയ പ്ലാന്റിൻ്റെ സൈസും അവൈലബിൾ ആണ്. ഒപ്പം തന്നെ വലിയ പ്ലാന്റുകളും കൂടി നമുക്ക് അവൈലബിൾ ആവുന്നത് കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നമുക്കത് കുറച്ചുകൂടി കാണാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ റെഡിയായിട്ട് നമ്മൾ സ്റ്റോക്കായിട്ടിരിക്കുന്ന സാധനങ്ങൾ നമ്മളൊന്നും കൂടി കാണിക്കാം. നമുക്ക് ഒരുവിധം വലിയ പ്ലാന്റുകൾ നമുക്ക് അത്തരം പ്ലാന്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് കായോട് കൂടിയിട്ട് അതുപോലെ തന്നെ നേരെ നമുക്ക് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടാവുന്ന രീതിയിലുള്ളത്. അതിൻ്റേതായ കുറച്ച് വിലയിൽ കുറച്ച് മാറ്റം ഉണ്ടായിരിക്കും. പ്ലാന്റിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടായിരിക്കും. നമ്മുടെ തന്നെ ഓൺ പ്രൊഡക്ഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ പരമാവധി വില നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്കും കൂടെ ഒരു ചേഞ്ചസ് വന്നു. അതെ. അത് നമ്മുടെ ഈ ഔട്ട്ലെറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇതിൻ്റെ കുറേ പ്ലാന്റുകൾ നമ്മുടെ അവിടെ നഴ്സറിയിലുണ്ട് ഓൾറെഡി. ഇനിയിപ്പോൾ എണ്ണം കൂടുതൽ വേണമെന്നുള്ള ആളുകൾക്കും അതുപോലെ തന്നെ കുറച്ചും കൂടി വലുപ്പം കൂടുതൽ വേണമെന്നുള്ള ആളുകൾക്കും വേണ്ടിയിട്ട് മാത്രമുള്ള ഔട്ട്ലെറ്റാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഇതും നമ്മൾ ആ നഴ്സറിയോട് തൊട്ട് അടുത്ത് തന്നെയാണ്. ഒരു 500-600 മീറ്റർ വ്യത്യാസമുള്ളൂ. ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് ഇവിടേക്കും വരാൻ വലിയ പ്രയാസമില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ. ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ. ഇത് യുജീനിയയുടെ വെറൈറ്റികളാണ്. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ഏറ്റവും ചെറുത് 40 രൂപ മുതലുള്ളത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒരു ഓർണമെൻ്റൽ പ്ലാന്റിൽ ഇപ്പോൾ നന്നായി ചെയ്യുന്ന പ്ലാന്റാണ്. ഇത് നമ്മുടെ ഇത്രയും വലിപ്പമുള്ളതിനൊക്കെ നമുക്ക് 450 രൂപയാണ് നമ്മുടെ ഇത് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ചെറിയ 40 രൂപയുടെ ഉണ്ട്, 100 രൂപയുടെ ഉണ്ട്. അങ്ങനെ അതിൻ്റെ പ്ലാന്റിൻ്റെ വലുപ്പത്തിനനുസരിച്ച് അതിന് റേറ്റ് ഉണ്ട്. ഇത്രയും വലുപ്പമുള്ള പ്ലാന്റിന് നമുക്ക് വരുന്നത് 450 രൂപയാണ് വരുന്നത്. 450 അല്ലേ? 450 രൂപ വരുന്നത്. ഇതേ സൈസിലുള്ള അത്രയും ബുഷായിട്ടുള്ള അത്രയും നമ്മൾ കട്ട് ചെയ്ത് ബുഷാക്കി നിർത്തി നമ്മൾ നേരിട്ട് സെറ്റ് ചെയ്യാവുന്ന രീതിയിലാക്കിയിട്ടുള്ള പ്ലാന്റുകളാണ്. അതാണ് ആ ചെടിയാണ് നമ്മൾ കൂടുതൽ ഇവിടെ ചെയ്യുന്നത്. ഈ അടുത്തേക്കാണെങ്കിൽ ഇത് അതുപോലെ തന്നെ ഇത് ഓർണമെൻ്റൽ പ്ലാന്റ് ആണ്. നമ്മളിപ്പോൾ ഗാർഡനിലൊക്കെ നമ്മളിപ്പോൾ നല്ല കുറച്ചും കൂടി ഇപ്പോൾ തണൽമരമായിട്ടൊക്കെ നന്നായി ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ്. ഇതിൻ്റെ ചെറിയ ഐറ്റം 150 രൂപ മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ 500 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഇത്രയും വലിപ്പമുള്ള ബുഷായിട്ടുള്ളതിന് 500 രൂപ വരുന്നുണ്ട്. ഇതിൻ്റെ 150 രൂപ മുതലുള്ള പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ പേര് ഡിസ്മോഡി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് കുറച്ചും കൂടെ നല്ല വെയിലത്തൊക്കെ കുറച്ച് വളരെ മറ്റെന്താ പറയുക ഒരു നല്ല തിളക്കത്തോടു കൂടി നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതിപ്പോൾ ഒരുവിധ ആളുകളുടെ അടുത്തൊക്കെ കോമൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ഡിസ്മോഡി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമ്മുടെ കയ്യിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഇതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ളത്. ഏറ്റവും ചെറുത് 150ഉം ഇതിൻ്റെ ഏറ്റവും വലുതിനുള്ളതിന് 550 രൂപയാണ് നമുക്കിത് വരുന്നത്. ഇത് നമുക്ക് ഇത് ഒരുപാട് കായ്കളുണ്ട്. ഇത് ബെയർ ആപ്പിളാണ്. ബെയർ ആപ്പിളിൻ്റെ ഗ്രീനും ഉണ്ട്
നമ്മുടെ കയ്യിൽ റെഡും ഉണ്ട്. ഇതിപ്പോൾ അതിൻ്റെ ഈ പ്ലാന്റിൽ നിന്നാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, ലയർ ചെയ്ത് ചെയ്യുന്നത്. ഇത് നമുക്ക് 150 രൂപ മുതൽ നമ്മുടെ അതിൻ്റെ പ്ലാന്റ് അവൈലബിൾ ആണ്. ഇത് ധാരാളം നമുക്ക് കായ ഇത് കണ്ടില്ലേ, ഇതിലൊക്കെ ഇഷ്ടം പോലെ കായകളുണ്ട്. ഈ ഇത്തരം ഉള്ള പ്ലാന്റുകളിൽ നിന്നാണ് നമ്മൾ ലെയർ ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ് ചെറുത് നമ്മുടെ കയ്യിൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വലിയ പ്ലാന്റുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ റെഡും ഉണ്ട് ഗ്രീനും ഉണ്ട്, രണ്ടിനും ഒരേ വില തന്നെയാണ്. ഇത് കുറച്ചും കൂടി പഴുത്ത് കഴിഞ്ഞാൽ റെഡിഷ് കളറിലേക്ക് പോവും. അത് കുറച്ചും കൂടി വ്യത്യാസം, ടേസ്റ്റിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. എന്നാലും 2 വെറൈറ്റിയാണ് ഇപ്പം നമ്മൾ നോർമലായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നത്. 150 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിലേക്കൊന്ന് പോവാം. ഇത് മുസംബി അല്ലേ? ഇത് മുസംബി നമ്മുടെ ചൈനീസ് മുസംബിയാണ്. ഇത് ശരിക്കും ഇതൊരു ഓർണമെന്റൽ പ്ലാന്റും കൂടി തന്നെയാണ്. ഇതിന്റെ ഇലകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു വീടിന്റെ ഒക്കെ ഫ്രണ്ടിലൊക്കെ വെക്കാനും നല്ല ഒരു അതിന്റെ പ്രത്യേകത കൊണ്ട് തന്നെ ഇതുണ്ട്. അതുപോലെ തന്നെ കായും ഒരു ഇതായിട്ട് നമ്മുടെ സീസണലല്ല, എപ്പോഴും അതിന് കായ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിലൊക്കെ കായകളായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇതേ വലിപ്പത്തിൽ തന്നെയാണ് മുസംബിയുടെ ഒരു കുറച്ചും കൂടി വലിയ മുസംബിയുടെ അത്രയ്ക്ക് എത്തില്ല, അതിനേക്കാളും കൂടി അതിന്റെ അതെ ചെറിയ അത്രയ്ക്ക് വലിപ്പം വരില്ല. ഇതിന്റെ 150 രൂപയാണ്. ഇതിന്റെ വലിയ പ്ലാന്റിന് വരുന്നത് 450 രൂപയാണ്. ചെറുത് നമ്മൾ 150 രൂപയ്ക്ക് ഇതിന്റെ പ്ലാന്റ്, കായുള്ള പ്ലാന്റ് തന്നെ നമുക്ക് ഇഷ്ടംപോലെ കൊടുക്കാൻ പറ്റും. ഇത് സീസൺ ഇല്ല. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുറച്ചും കൂടി ഓർണമെന്റൽ ആയിട്ടുള്ള പ്ലാന്റും കൂടിയാണുള്ളത്. നമ്മുടെ ഓറഞ്ചാണ്, നമ്മുടെ നാഗ്പൂർ ഓറഞ്ച്, സ്വീറ്റ് ഓറഞ്ച്. ഇത്രയും പോകുന്ന ചെടികൾക്കൊക്കെ നമ്മൾ 500 രൂപ വിലയുണ്ട്. ഇത്ര പോകുന്ന ചെടികൾ. ഇനി അതിൻ്റെ ചെറിയ ചെടികൾ 150 രൂപ നമുക്ക് കായോട് കൂടിയുള്ളത്. സ്വീറ്റ് ഓറഞ്ച് എപ്പോഴും നമ്മളൊരു സീസണലാണ് ഉണ്ടാവുക. പക്ഷെ നമ്മുടെ അവിടെയും ഇതുപോലെ ധാരാളം നാഗ്പൂർ ഓറഞ്ച്, സ്വീറ്റ് ഓറഞ്ച് നമ്മുടെ അവിടെയും നന്നായി കായകൾ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് കായുള്ള പ്ലാന്റ് തന്നെ നമുക്ക് കൊടുക്കാൻ കഴിയും. ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് നമുക്ക് കൊടുക്കാൻ കഴിയും. അതിലൊരുപാട് സ്റ്റോക്ക് ഉണ്ട്. ഇത് കുറച്ചുകൂടി വലിയ പ്ലാന്റുകളാക്കി നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് നമ്മുടെ ലോങ്ങനാണ്. ലോങ്ങൻ നമുക്ക് വരുന്നത് 300 രൂപ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ലോങ്ങൻ്റെ ഏകദേശം ഒരു ഇതേപോലെ തന്നെ 3 അടിയൊക്കെ ഹൈറ്റുള്ള ലോങ്ങൻ നമ്മളൊരു 300 രൂപയ്ക്ക് നമ്മൾ ഡയമണ്ട് റിവറിൻ്റെ കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടും കുറച്ചും കൂടി വലുപ്പമുള്ളതാണ്. ഇതൊരു 1000 രൂപയൊക്കെ റേഞ്ച് വരും ഈ ലോങ്ങൻ്റെ. ഇതൊക്കെ ഇപ്പോൾ അടുത്ത വർഷത്തേക്ക് തന്നെ കായിടാവുന്ന രീതിയിലുള്ള ഇതാണ് നമുക്ക് ലോങ്ങൻ്റെ ഇത് കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ മാവിൻ്റെ വെറൈറ്റികളാണ്. ഇത് നമ്മൾ കാലാപ്പാടി മാവാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ചെയ്യുന്ന ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നന്നായി മൂവ് ചെയ്യുന്നത്, അതായത് സീസൺ ഇല്ലാണ്ട് തന്നെ രണ്ട് സീസണൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലത്തെ മാങ്ങ തന്നെ കിട്ടുന്ന ഒരു ഐറ്റമാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ഉള്ളതാണ്. അതിൻ്റെ 150 മുതൽ നമ്മുടെ കയ്യിൽ പ്ലാന്റ്, ചെറിയ പ്ലാന്റ് ഉണ്ട്. അതുപോലെ 1000 രൂപ വരെ ഇതുണ്ട്. ഇതൊക്കെ നമുക്കൊരു 800 രൂപയുടെ പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ ഇരിക്കുന്നത്. ഈ 800 രൂപ റേഞ്ചിലാണ് ഈ പ്ലാന്റ് നമ്മുടെ ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ വണ്ണം ഇത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ വലിയ പ്ലാന്റുകളാണ്. അതുപോലെ തന്നെ നമുക്കിത് വൈറ്റ് ഞാവലാണിത്. വൈറ്റ് ഞാവൽ നമുക്ക് 700 രൂപയാണ് നമ്മൾ ഈ വലിപ്പത്തിലുള്ള ഇത്രയും ഇതായിട്ടുള്ളത്. ഇതൊക്കെ 6 മാസത്തിനുള്ളിൽ നമുക്ക് കായ കിട്ടുന്നതാണ്. റിസൾട്ട് കിട്ടുന്നത് 6 മാസത്തിനുള്ളിൽ കിട്ടും. ഇതിനൊക്കെ ഒരു 700 രൂപ ഇതിൽ കിട്ടും. ഇതിൻ്റെ ചെറിയ പ്ലാന്റ് നമുക്ക് 150 രൂപയ്ക്ക് നമുക്ക് ഇതുണ്ട്. ആയിരിക്കുന്നതൊക്കെ വൈറ്റ് ഞാവലിൻ്റെ പ്ലാന്റുകളാണ്. അപ്പുറത്തിരിക്കുന്നതൊക്കെ അപ്പോൾ ഞാവലിൻ്റെ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഇതാണ് വൈറ്റ് ഞാവൽ. അതിന് 150 രൂപ. നമ്മുടെ പോലെ ഞാവൽ, ബ്ലാക്ക് ഞാവലും ഇതേ വലിപ്പത്തിലുള്ള നമ്മുടെ ബ്ലാക്ക് ഞാവലും നമ്മുടെ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. ഇപ്പം കൂടുതൽ പോകുന്നത് വൈറ്റ് ഞാവലായതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ ഇത് വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ സീതപ്പഴമാണ്. സീതപ്പഴത്തിൻ്റെ നമ്മുടെ സ്റ്റോക്ക് ഉള്ളത് റെഡും ഉണ്ട്, ഗ്രീനും ഉണ്ട്. റെഡും ഗ്രീനും ഉണ്ട്. ഇതൊക്കെ വലിയ പ്ലാന്റുകളാണ്. നമ്മളൊരു 700 രൂപയൊക്കെ റേഞ്ചിൽ വരുന്നത്. ഓൾറെഡി കായായിട്ടുള്ള പ്ലാന്റുകളാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റുകൾ നമ്മുടെ 150 രൂപ തൊട്ട് നമ്മുടെ ഇതിൻ്റെ സീതപ്പഴത്തിൻ്റെ ഇതൊക്കെ ഇപ്പോൾ ഓൾറെഡി ഇത് റിസൾട്ടായിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ നേരെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ കായായിട്ടുള്ള പ്ലാന്റുകളാണ്. ഇതൊക്കെ ആകുമ്പോൾ 700 രൂപ ആ റേഞ്ചിൽ വരും. അതുപോലെ തന്നെ ഈ സൈഡിൽ നമ്മളിപ്പോൾ കാണിക്കുന്നത് ഇത് ഉള്ളത് നമ്മൾ സപ്പോട്ടയിൽ 2 വെറൈറ്റി നമ്മുടെ ചെയ്യുന്നുണ്ട്. ബനാന സപ്പോട്ടയുണ്ട്,
നമ്മുടെ സാധാരണ സപ്പോർട്ടുണ്ട്. അത് നമ്മുടെ 150 രൂപ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബനാന സപ്പോർട്ട് നമ്മൾ 250 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വലിയ പ്ലാന്റുകളൊക്കെ നമ്മൾ 700 രൂപ ആ റേഞ്ചിൽ. ഇപ്പം ഇത്രയും വലിപ്പമുള്ളത് ഇതൊക്കെ ഓൾറെഡി എല്ലാത്തിലും കായായിട്ടുള്ള അത്രയും ബുഷി ആയിട്ടുള്ള. ഇപ്പം നമ്മളിപ്പോൾ ഒരു 10 അടി നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതെ 10 അതെ ബനാനിൻ്റെ രണ്ടും ഉണ്ട്. നമ്മുടെ രണ്ടും ഈ സൈഡിലിരിക്കുന്നത് ബനാനയാണ്, ഇത് നമ്മുടെ നോർമൽ ബോൾ സപ്പോർട്ടയാണ്. അത് ഓൾറെഡി കായായിട്ടുള്ളത്. ഇത് നമ്മുടെ പല വലിപ്പത്തിലുണ്ട്. 150ൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ 350ൻ്റെ ഉണ്ട്, പിന്നെ 700 ഏറ്റവും വലുത്. ഇത്രയും വലുപ്പത്തിലുള്ള ഏറ്റവും വലിയ പ്ലാന്റുകൾക്ക് പോലും നമ്മൾ 700 രൂപയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ ഇത് ഫുള്ള് അത് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ ചെയ്യുന്ന പ്ലാന്റുകൾ തന്നെയാണ്. ഓക്കെ, ഇത് ബനാന സപ്പോർട്ടയുടെ ഉണ്ട്, മറ്റേ സപ്പോർട്ട് ഉണ്ട്. ഇതൊക്കെ അതിൻ്റെ പ്ലാന്റുകൾ തന്നെയാണ്. ഫുള്ള് നമ്മുടെ കയ്യിൽ അത്ര അധികം സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ നമ്മൾ കുടംപുളിയുടെ എടുത്ത് ചെയ്യുന്നല്ലേ? അതെ. കുടംപുളി നമുക്ക് നോക്കാം. അപ്പോൾ കുടംപുളി എങ്ങനത്തെ ടൈപ്പാണ് നമുക്ക്? നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള കുടംപുളിയാണ്. ഇത് നമുക്ക് ഒരു 2 വർഷം കൊണ്ടൊക്കെ റിസൾട്ട് കിട്ടുന്ന ടൈപ്പാണ്. ഇതിൽ നമ്മൾ 150 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ടൈപ്പിനൊക്കെ വരുന്നതിന് ഒരു 600 രൂപ റേഞ്ചിലാണ് നമുക്ക് ഇത് വരുന്നത്. ഈ വലുപ്പത്തിൽ ആയിട്ടുള്ള ഇത് മാക്സിമം 1 വർഷത്തിനുള്ളിൽ റിസൾട്ട് കിട്ടും. ഇതിൽ പലതിലും കായ ആയതായിരുന്നു, പക്ഷെ നമ്മളത് പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് കിട്ടാനുള്ള സമയമാണ് നമ്മൾ എപ്പോഴും പറയണത്. അത് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാവുന്നതാണ്. അതിൻ്റെ തൈകളിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ വൈകിട്ടുണ്ടാവുള്ളൂ. ഗ്രാഫ്റ്റ് ചെയ്തതിലൊക്കെ എല്ലാം പെട്ടെന്ന് കായായി റിസൾട്ട് കിട്ടുന്നതാണ്. അതുപോലെ ഞാൻ നേരത്തെ അവിടെ കാണിച്ച ബേറാപ്പിളിൻ്റെ നമ്മുടെ കയ്യിലുള്ള തൈകളാണ്. ഓക്കെ, ഇതൊക്കെ വലിയ തൈകൾ നമ്മൾ നേരത്തെ കാണിച്ചത് 600-700 റേഞ്ചിൽ പറയുന്ന അതിൻ്റെ ഇതാണ്. പിന്നെ നമ്മുടെ 150 രൂപയുടെ ഉണ്ട്. അതുപോലെ തന്നെ ചാമ്പയുടെ നമുക്ക് ഏതൊക്കെ വെറൈറ്റികളത്? നമ്മുടെ കയ്യിൽ തായ്ലാൻഡിൻ്റെ ചാമ്പയുണ്ട്, പിന്നെ നോർമൽ സീഡ്ലെസ് ചാമ്പയുണ്ട്. ഇതൊക്കെ നമ്മൾ സീഡ്ലെസ് ചാമ്പയൊക്കെ നമുക്ക് ഒരു 60 രൂപ റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തായ്ലാൻഡിൻ്റെ സ്വീറ്റൊക്കെ നമ്മൾ 120 രൂപ മുതൽ നമ്മുടെ കയ്യിലുണ്ട്. ഇതിൻ്റെയൊക്കെ വലിയ പ്ലാന്റുകളാണ്. ഇത് വലിയ പ്ലാന്റിനൊക്കെ ഒരു 600 രൂപ റേഞ്ചിൽ നമുക്ക് വലിയ പ്ലാന്റുകൾ ഇത് വരും. ഇത് നല്ല നോർമലായിട്ട് ഇപ്പം നമ്മുടെ ഇഷ്ടം പോലെ നമ്മുടെ അപ്പുറത്ത് നമ്മുടെ ഓൾറെഡി മരം നമ്മളവിടെ ഉണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ അത് ഇഷ്ടം പോലെ നമ്മുടെ ഇപ്പോഴത്തെ ഇതിലുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഒരു ദൽഹരി ചാമ്പയുണ്ട്, ഉമ്മർ ചാമ്പയുണ്ട്. അങ്ങനെ ചാമ്പയുടെ ഒരുപാട് വെറൈറ്റികൾ നമ്മുടെ കയ്യിൽ. ചെറിയ പ്ലാന്റുകൾ ഇതിൻ്റെ കുറച്ചുകൂടി വലുതില്ല. ചെറിയ പ്ലാന്റുകളൊക്കെ നമ്മുടെ കയ്യിൽ ഒരു 150 രൂപ 200 രൂപ ആ റേഞ്ചിലുള്ള പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അപ്പുറത്ത് നേരത്തെ കാണിച്ച പിന്നെ മാവുകളുടെ വെറൈറ്റികളാണ് കൂടുതലുള്ളത്. പിന്നെ ഇവിടെ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ വലുപ്പത്തിലുള്ള ഇപ്പം നമ്മളൊരു 10 അടിയൊക്കെ വലുപ്പത്തിലുണ്ട്. ഇത് നമ്മൾ ബനാന മാംഗോ ആണ്. നമ്മൾ പുറത്തുനിന്ന് വരുന്ന മാങ്ങയാണ്. നമ്മളിതിൻ്റെ 450 രൂപ മുതലുള്ള റേഞ്ചിലുള്ളതുണ്ട്. ഇതൊക്കെ നമ്മളൊരു 1000 രൂപ ആ റേഞ്ചിൽ വരുന്നത്. അതൊക്കെ നമുക്ക് ഇപ്പോൾ അടുത്ത വർഷത്തേക്ക് ഇത് കിട്ടും. ഇതൊരു 10 അടി 11 അടി വലിപ്പമുണ്ട്. ഇത് അത്രയും അതിൻ്റെ അടിയിലത്തെ കടവണ്ണം നോക്കിയാലും നമുക്ക് മനസ്സിലാവും. അതൊക്കെ ബഡ് ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ്. അതുപോലെ 1000 റുപ്പീസ് അല്ലേ? അത് 1000 റുപ്പീസാണ് ഇതിൻ്റെ. ഇത്രയും വലിയ പ്ലാന്റുകൾക്ക് നമ്മൾ മേടിക്കുന്നത് 1000 രൂപയാണ് ഏറ്റവും കൂടി ഇതിന് മേടിക്കുന്നത്. ഓക്കെ, അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് നമ്മൾ മറ്റേ ബബ്ലൂസ് എന്ന് പറയുന്ന നാരങ്ങയാണ്. അതിൻ്റെ 150 മുതൽ നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ നമ്മളൊരു 600 രൂപ റേഞ്ചിൽ വരുന്ന ഈ വലുപ്പത്തിലുള്ളത്. അതുപോലെ തന്നെ ബുഷ് ഓറഞ്ച്, അപ്പോൾ അത് എപ്പോഴും കായായിക്കൊണ്ടിരിക്കുന്നത്, പഴുത്ത് നിൽക്കുന്നതൊക്കെ കായായിക്കൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ നമ്മൾ 100 രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. 100 രൂപ മുതൽ ബേറാപ്പിള് മറ്റേ ബുഷ് ഓറഞ്ച് നമ്മുടെ കയ്യിലുണ്ട്. അത് കുറച്ച് ചെറിയ പുളി ഉണ്ടാവും, പക്ഷെ നമ്മുടെ സമൃദ്ധിയായിട്ട് ഉണ്ടാവും ചെയ്യും. നമുക്ക് നമ്മുടെ വീട്ടിലത്തേക്ക് ഒരു പർപ്പസിനൊക്കെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാവുന്ന, എപ്പോഴും സീസൺ ഇല്ലാണ്ട് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. വെള്ളം കലക്കുമ്പോഴൊക്കെ നമുക്ക് അതന്നെ അതിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതൊരു ഈ വലുപ്പത്തിലുള്ളതൊക്കെ ഒരു 500 രൂപ റേഞ്ചിൽ വരും ആ വലുപ്പത്തിലുള്ള ഇതുള്ളത്. അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ചെറുനാരങ്ങയാണ്. അതിലൊക്കെ ഫുള്ളായി കായായിട്ട് നിൽക്കുന്ന ചെറുനാരങ്ങയാണ് ആ അറ്റത്ത് കാണിക്കുന്നത്. അതിൽ നമ്മൾ 130 രൂപ മുതൽ ചെറുനാരങ്ങയുടെ സ്റ്റാർട്ടിങ് ഉണ്ട്. അത് കുറച്ചും കൂടി ഹൈബ്രിഡായിട്ട് കുറച്ചും കൂടി വലിപ്പം കൂടിയതും കുറച്ച് ജ്യൂസി ആയിട്ടുള്ള കുറച്ചും കൂടി ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് വെറൈറ്റി ചെറുനാരങ്ങയുണ്ട്. അതിനൊക്കെ ആകുമ്പോൾ നമ്മൾ 150 രൂപ വരും സ്റ്റാർട്ടിങ്ങിലുള്ളത്. അത്രയും വലിപ്പമുള്ളതിനൊക്കെ അതൊക്കെ ഒരു 500 രൂപ. ആ വലുതായിട്ടുണ്ടായി നിൽക്കുന്ന ടൈപ്പിനൊക്കെ ഒരു 500 രൂപ വലിയ പ്ലാന്റിന് വരണുള്ളത്. പ്ലാവ് നമ്മുടെ ഇവിടത്തെ വലിയ പ്ലാവുകളുണ്ട്, നമ്മൾ ചെറിയ പ്ലാവുകളും ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ മറ്റേ വിയറ്റ്നാം മേളിയാണ് ചെയ്യുന്നത്. വിയറ്റ്നാം മേളി നമ്മൾ 100 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.
100 രൂപയുടെ ഉണ്ട്, 350 രൂപയുടെ ഉണ്ട്, പിന്നെ ഒരു 700 രൂപ. ഈ വലിപ്പത്തിലുള്ളതിനൊക്കെ 700 രൂപ നമ്മൾ റേഞ്ചിലാണ് ഈ വലിപ്പത്തിലുള്ളത് നമ്മൾ കൊടുക്കുന്നത്. 700 രൂപയുടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനേക്കാളും വലുത് കുറച്ചും കൂടി വലുതായിട്ടുള്ളത് 900 രൂപ ആ റേഞ്ചിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ J33യുടെ പ്ലാവുകളുണ്ട്. അതുപോലെ വിയറ്റ്നാമേളി പറഞ്ഞ റെഡ് ഡെൻസൂരിയുടെ പ്ലാവ് നമ്മുടെ കയ്യിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വെറൈറ്റികൾ അപ്പുറത്തെ സൈഡിലുണ്ട്. ഡെൻസൂരി ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ J33 ഉണ്ട്. J33 എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അതായത് മലേഷ്യൻ പ്ലാവ്, ഏറ്റവും മധുരമുള്ളതും ഏറ്റവും വലിപ്പമുള്ള ചക്കയാണത്. അതൊക്കെ നമ്മൾ 3ാമത്തെ വർഷത്തിൽ റിസൾട്ട് കിട്ടുന്ന ഇതാണ്. അതിൻ്റെയൊക്കെ നമ്മളൊരു മിഡിൽ ഏജിലൊക്കെ 400 രൂപയ്ക്ക് കിട്ടും. ചെറിയ പ്ലാന്റൊക്കെ നമുക്ക് 150 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് 3 വർഷത്തിനുള്ളിൽ നല്ല റിസൾട്ട് കിട്ടും. നല്ല മധുരമുണ്ട്. നന്നായി ഇപ്പോഴത്തെ ആളുകൾ കൂടുതൽ അതിലേക്കാണ് കൂടുതൽ വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ വ്യാവസായികമായിട്ടും ചെയ്യുന്ന ഇതാണ്. അതുപോലെ തന്നെ ഇതൊരു ഗംബ്ലസിൻ്റെ നമ്മുടെ പശ ഇല്ലാത്ത ടൈപ്പ് ഇതാണ്, ഗംബ്ലസിൻ്റെ ഇതാണ്. അത് 3 വർഷത്തിൽ തന്നെയാണ് ഇത് കിട്ടുക. വിയറ്റ്നാമേളി മാത്രമാണ് കുറച്ചും കൂടി നേരത്തെ കിട്ടുന്നത് മാത്രം. പക്ഷെ അതിൻ്റെ ചക്ക അത്രയ്ക്ക് വലിപ്പം ഉണ്ടാവില്ല. ഇതിൻ്റെ ചക്കയാകുമ്പോൾ കുറച്ചും കൂടി വലിപ്പത്തിൽ കിട്ടും. അങ്ങനത്തെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എന്നാലും നമ്മളിപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും ഇപ്പോൾ സ്ഥലമൊക്കെ കുറവുള്ള ആളുകൾക്കൊക്കെ ഡ്രമ്മിലൊക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള പ്ലാവുകളാണ് ഇതൊക്കെ. നമ്മുടെ ഇതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റുകളൊക്കെ നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ്. വീട്ടിലേക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെയും കൊടുക്കാൻ നമുക്ക് കഴിയും. നമുക്ക് ഇതിന് ഇവിടെ നമ്മൾ പ്രധാന കുറച്ചുകൂടി വലുപ്പത്തിലുള്ളത് നമ്മളിവിടെ മാത്രമാണ് ഇവിടെ കീപ്പ് ചെയ്യുന്നത്. മറ്റോടത്താണ് ചെറുതുള്ളത്. ഇവിടെ വലുപ്പത്തിലുള്ളത് പെട്ടെന്ന് വേണമെന്ന് റിസൾട്ട് വേണമെന്നുള്ള ആളുകൾക്ക് അതാണ് കുറച്ച്. അപ്പം അതിൻ്റെതായ ഒരു പ്രൈസ് നമുക്ക് അവിടെ വന്നു കഴിഞ്ഞാലും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നടക്കേണ്ട ദൂരമുള്ളൂ. അത്രേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ അപ്പുറത്ത് കാണിക്കുന്ന അതൊക്കെ മാവുകളുടെ നമ്മുടെ അൽഫോൺസി ഉണ്ട്. ഇപ്പുറത്ത് ഇവിടെയൊക്കെ ചെയ്തിട്ടുള്ളത് അൽഫോൺസയുടെ പല വലുപ്പത്തിലുള്ളതുണ്ട്. അതുപോലെ തന്നെ കോട്ടർകോണുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത് ഹിമാപസന്ത്, അങ്ങനത്തെ വെറൈറ്റികളുണ്ട്. ഒരുവിധം നമ്മൾ വരുന്ന വെറൈറ്റികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന നമ്മൾ നാം ടോക്മൈ ഉണ്ട്. അതുപോലെ തന്നെ കാട്ടിമൂൺ എന്ന് പറഞ്ഞ മാങ്ങയുണ്ട്. ഒരുവിധം വെറൈറ്റികളൊക്കെ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മളെല്ലാം സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള മാവുകളൊക്കെ നമ്മുടെ കയ്യിൽ ഓൾറെഡി അവൈലബിൾ ആണ് അല്ലേ? അതെ അതെ. ഓക്കെ. പിന്നെ നമുക്ക് ഇവിടെ ഈ ഐറ്റംസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് മെയിനായിട്ട് അല്ലേ? അതെ അതെ. പിന്നെ ഇവിടെ ഒരു ചാമ്പയുടെ ഒരു മരം കൂടി കണ്ടിരുന്നു. അതൊക്കെ നമ്മൾ ഇതിൽ നിന്നാണ് നമ്മൾ ലെയർ ചെയ്തെടുക്കുന്നത്. മാവ് നേരത്തെ നമ്മൾ പറഞ്ഞ വെറൈറ്റികളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറിയ വെറൈറ്റി ഇവിടെയൊക്കെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ എത്ര നാളായി നമ്മൾ വെച്ചിട്ട്? ഇതിപ്പോൾ 2 വർഷമായിട്ടുള്ളൂ. മാക്സിമം 2ാമത്തെ വർഷമായിട്ടുള്ളത്. അതൊക്കെ ഒരുപാട് കായൊക്കെ എപ്പോഴും നിറയെ കായ എപ്പോഴും ഉണ്ടാവുന്നതാണ്. ഇതിലൊക്കെ ആണെങ്കിലും ആയിട്ടുണ്ട്, പൂവൊക്കെ ഇട്ടുണ്ട് അല്ലേ? അതിങ്ങനെ എപ്പോഴും ഒരു ഓൾ സീസൺ, ശരിക്കും ഒരു ഓൾ സീസൺ പോലെ തന്നെയാണ് എപ്പോഴും. നമുക്ക് ഇതിലുണ്ട് കേട്ടോ. ഇത് നിറയെ എപ്പോഴും. ഓക്കെ. അതായത് ഇപ്പോൾ അത് മൊത്തമായിട്ടില്ല, നമുക്ക് കുറച്ചും കൂടി അതന്നെ. പിന്നെ ഗ്രീൻ ഉണ്ട്, അതിൻ്റെ കുറച്ചും കൂടി റെഡ്. വിഷമൊന്നും ഇല്ലാത്ത സാധനം നമ്മൾ ഡയറക്റ്റ് നമ്മൾ ചെയ്യുന്നതാണ്. നമുക്ക് ധൈര്യമായിട്ട് ഇത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ പേരയുടെ ഒരു വെറൈറ്റിയാണ് അത്. പേരയുടെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് തായ്ലൻഡ് ഇത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. തായ്ലൻഡിൻ്റെ ഇതാണ്. ഇത് 130 രൂപ മുതലുണ്ട്. ഇതിൻ്റെ ഇത്രയും വലുപ്പമുള്ളത് വരുമ്പോൾ ഒരു 600 രൂപ റേഞ്ചിൽ വരുന്നുണ്ട്. നമ്മളൊരു വീടൊക്കെ ആകുമ്പോൾ എന്തായാലും ഒരു ചാമ്പ് ഇതൊക്കെ നട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ വേണതാണ്. ഇതൊക്കെ നമ്മൾ ഈ നാസിക് പസന്ത് എന്ന് പറഞ്ഞ മാവാണ്. ഇത്രയും വലുപ്പമുള്ള ഇതിനൊക്കെ നമ്മൾ 600 രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ നോക്കി ഒരു 8 അടി ഹൈറ്റ് വലുപ്പം വരുന്നുണ്ട്. നമ്മുടെ ഹൈറ്റിനനുസരിച്ച് നോക്കി 8 അടി അതിൻ്റെ കടവണ്ണൊക്കെ നോക്കി. അപ്പം ഇതൊക്കെ നമ്മൾ ഒരു 600 രൂപ റേഞ്ചിലാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് വരുന്നത് അല്ലേ? ഇത്രയും ഐറ്റംസുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഇനി ബാക്കിയുള്ള ചെറുകിട ഐറ്റംസുകളൊക്കെ നമ്മൾ അവിടെ വേറെ ഉണ്ട്. കുറേ കൂടി വെറൈറ്റികളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഇതിന് വലിയ പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആവുന്നതാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ട്. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത് ഗ്രീൻസ് ഗാർഡൻ്റെ പുതിയ ഒരു ഔട്ട്ലെറ്റ് ആണ്. അപ്പോൾ പുതിയ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഔട്ട്ലെറ്റിൽ നിന്ന് ഒരു 600 മീറ്റർ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ വരുന്ന ആൾക്കാർക്കാണെങ്കിലും വലിയ പ്ലാന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്ക് നടന്നു കൊണ്ടുവരാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. ഓക്കെ. നമ്മളിപ്പോൾ കറക്റ്റ് സ്ഥലം പറയുമ്പോൾ നമ്മൾ തൃശ്ശൂർ മണ്ണുത്തിയിൽ വന്നിട്ട് മണ്ണുത്തിയിൽ നിന്ന് പടിഞ്ഞാറേ വെള്ളാനിക്കര, അതായത് മാടക്കത്തറ റൂട്ടിലാണ് പടിഞ്ഞാറേ വെള്ളാനിക്കര. പിന്നെ ലൊക്കേഷൻ നിങ്ങൾ ഓൾറെഡി അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ്. ഒരു 600 മീറ്ററേ വ്യത്യാസമുള്ളൂ.
വലിയ പ്ലാന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടേക്കും, ചെറിയ പ്ലാന്റുകളും മറ്റുള്ളതും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അവിടേക്ക് വേണം. അതേപോലെ നമ്പറും നമ്മളാണെങ്കിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ വിളിക്കാം അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ പരമാവധി നമ്മുടെ വിലയിൽ നിന്നുകൊണ്ട് നമ്മൾ പരമാവധി വലിയ പ്ലാന്റുകൾ കൂടി കൊടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും വന്ന് നോക്കി നിങ്ങൾ അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ പ്രൈസും അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റിയും കൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മാക്സിമം നമ്മൾ വലിയ കുഴപ്പമില്ലാത്ത സമയത്തിൽ നമ്മൾ പറ്റണ ഇൻഫോർമേഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഒരുവിധം ഇവിടെയുള്ള പ്ലാന്റുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് പറ്റിയിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കണൊന്ന് ഇനാബിൾ ചെയ്ത് വയ്ക്കുക. എങ്കിൽ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്തേക്ക് അതിന് തന്നെ എത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ ഒരു ജെന്യൂൻ സപ്പോർട്ടാണെങ്കിൽ തരിക. കാരണം ആ ഒരു സപ്പോർട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ളൊരു പ്രചോദനം കൂടിയാണ്. കാരണം നിങ്ങൾ നോക്കുമ്പോഴാണെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബ് കൗണ്ടിലോട്ട് നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ ഓരോ സബ്സ്ക്രൈബ് ബട്ടനും ഹിറ്റ് ചെയ്യുമ്പോൾ അതിനകത്തൊരു ഇൻക്രീസിങ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സപ്പോർട്ടാണെങ്കിൽ തരിക. ഇത്രയൊക്കെയാണ് പറയുന്നുള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.